നമസ്കാരം. ഇന്ന് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത, ചർച്ചാ വിഷയം അത് മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് തന്നെയാണ്. നാണിച്ച് തലകുനിക്കേണ്ടി വരുന്ന നാണം കെട്ട കഥകൾ തന്നെയാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളുടെ സജീവമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകുമ്പോൾ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചില നിലപാടുകൾ, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ചില ഭരണകർത്താക്കളുടെ ചില നിലപാടുകൾ, ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. കാശ്മീർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാശ്മീർ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും നാഷണൽ കോൺഫറൻസുമൊക്കെ ചില വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ ചില വാഗ്ദാനങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. ആ വച്ചിരുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. ജയിലിൽ അടച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുമെന്നും 370 വകുപ്പ് പുനഃസ്ഥാപിക്കുമെന്നും കാശ്മീരിൻ്റെ പ്രത്യേക പദവി നിലനിർത്തുമെന്നും കാശ്മീരിന് പ്രത്യേക പതാക സ്ഥാപിക്കുന്നു, ഇങ്ങനെ പോകുന്നു ആ വാഗ്ദാനങ്ങളൊക്കെ. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത് ഷാ, അദ്ദേഹം ഇതിനെതിരെ നടത്തിയ പ്രതികരണമാണ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഇന്ന് നാഷണൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ടതിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം രാജ്യം കണ്ട ഒരു കരുത്തുറ്റ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ശ്രീമാൻ LK അദ്വാനിയായിരുന്നു. ഒരുപക്ഷെ അദ്വാൻജിയെക്കാളും മുന്നിലേക്ക് ഒരു പടി കൂടി സർദാർ വല്ലഭായ് പട്ടേലിനെയും കടത്തിവെട്ടി ഇന്നത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ അമിത് ഷാ നടത്തിയ പ്രസ്താവന മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നത് കാശ്മീരിൽ ഈ PDPയും ഈ പറയുന്ന ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളൊന്നും കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തുണ്ട്. കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടാകാൻ പോകുന്നില്ല, കാശ്മീരിന് പ്രത്യേക പതാക ഉണ്ടാകാൻ പോകുന്നില്ല, കാശ്മീരിന് സംസ്ഥാന പദവിയും ലഭിക്കില്ല, 370 വകുപ്പും പുനഃസ്ഥാപിക്കപ്പെടില്ല. ആര് തന്നെ വോട്ട് ചെയ്ത് ഏതു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും കാശ്മീരിനെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുവാനും കാശ്മീരിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ഇച്ഛിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശേഷിയും ആർജവുമുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാശ്മീരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കാട്ടുന്ന ഈ ഓലപ്പാമ്പിനെ കണ്ടിട്ട് ഭയപ്പെടുന്നവരല്ല ഈ ഭാരതത്തെ ഭരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം എന്ന് വ്യക്തമാക്കി പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇന്ന് നാഷണൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഈ കേരളത്തിൻ്റെ ഈ വലിയ മാധ്യമ സംഘം ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം, ഇവിടുത്തെ ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പ്രേക്ഷകരെ ലജ്ജിപ്പിച്ച് തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ മലയാള സിനിമാ ലോകത്തെ നിരവധി കഴിവുകെട്ട അല്ലെങ്കിൽ നിലവാരമില്ലാത്ത കഥകളാണ് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ദയനീയമായിട്ട് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ താല്പര്യമുള്ള വിഷയങ്ങൾ, രാജ്യത്തിൻ്റെ വിഷയങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിവുള്ളത് കൊണ്ട് ഈ മാധ്യമങ്ങളെ നമുക്ക് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന രാജ്യസ്നേഹികളായിട്ടുള്ള രാഷ്ട്രസ്നേഹികളായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആവേശകരം തന്നെയാണ്. നന്ദി, നമസ്തേ.